പ്രൊഫഷണൽ പെരിയകോവിലേക്ക് പോവാണ്. നമ്മുടെ തഞ്ചാവൂരിലെ മെയിൻ ക്ഷേത്രത്തിന് പെരിയകോവിൽ അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഒരു 8:30-9 മണിയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് വന്നിട്ട് മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് വരുമ്പോഴാണെങ്കിൽ ലോഡ്ജ് അണ്ടായി. അപ്പോൾ അവിടെ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷപ്പ് ആകാം. അപ്പോൾ അവിടെ കയറി ഫ്രഷപ്പായിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. നമസ്കാരം. തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ്. തഞ്ചാവൂരിൻ്റെ ലാൻഡ്മാർക്കായിട്ടുള്ള ബൃഹദേശ്വര കോവിൽ, ബൃഹദേശ്വര ടെമ്പിൾ അഥവാ പെരിയ കോവിൽ, ബിഗ് ടെമ്പിൾ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ദിസ് ഈസ് മീ അഖിൽ ആൻഡ് ദിസ് ഈസ് ശ്രീകാന്ത്. വെൽക്കം ടു ട്രാവൽ വൺസ് മോർ. ഗ്രേറ്റ് ലീവിംഗ് ചോള ടെമ്പിൾ എന്ന പേരിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂർ ഈ ഒരു പെരിയ കോവിൽ. 2010 നിർമ്മാണം കഴിഞ്ഞ് 1000 വർഷം തികയുണ്ടായി ഈ ഒരു ക്ഷേത്രം. അപ്പം അന്ന് ഒരു വലിയൊരു സെലിബ്രേഷനായിരുന്നു ഇവിടെ. 1000 നർത്തകിമാർ ചേർന്നിട്ട് ഇവിടെ ഭരതനാട്യം അവതരിപ്പിക്കുകയും അത് ഗിന്നസ് റെക്കോർഡ് നേടുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ആ ഒരു 2010 തഞ്ചാവൂർ ബൃഹദേശ്വര കോവിൽ ശിവന്റെ അമ്പലമാണ്. ശിവനാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന്റെ ഒരു മറ്റു പേരുകൾ എന്ന് പറഞ്ഞാൽ രാജരാജേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ പെരിയ കോവിൽ. തമിഴ്നാട്ടിലെ പെരിയ കോവിൽ, തഞ്ചാവൂരിലെ പെരിയ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. ബിഗ് ടെമ്പിൾ എന്ന് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ പറയുന്ന ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ AD 1003 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ചോള കിങ്ഡത്തിൻ്റെ സമയത്ത് രാജരാജ ചോള ആണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ക്ഷേത്രത്തിൻ്റെ അകത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. വിമാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ. 80 ടണ്ണ് വരുന്ന ഒരൊറ്റ കല്ലിൽ തീർത്തിട്ടുള്ള ഒരു ഗോപുരം, അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് 1.5 കിലോമീറ്റർ അടുത്ത് മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് വരാനുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ പെരിയ കോവിൽ, ബിഗ് ടെമ്പിൾ, അങ്ങനെ പല പേരുകളാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ അറിയപ്പെടുന്നത്. ചോള രാജാക്കന്മാരായിട്ടുള്ള രാജരാജ ചോളനാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1003 നിർമ്മാണം ആരംഭിച്ച് 1010 നിർമ്മാണം പൂർത്തീകരിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള കുറേ പണികൾ, ചുറ്റുമതിൽ, അതുപോലെ ആർട്ട് വർക്കുകളെല്ലാം പല സാമ്രാജ്യങ്ങൾ, പല സമയത്തുണ്ടായ പല കിങ്ഡംസ് ആണ് ഇത് മേക്ക് ചെയ്തത്. രണ്ടാമത് വന്ന ചോള രാജാവായിട്ടുള്ള രാജരാജ ചോളൻ്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോളൻ ഒരുപാട്
കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയുണ്ടായി. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളത്. ശിവൻ്റെ ഒപ്പം തന്നെ പാർവതീദേവിയുടെ ഒരു ചെറിയൊരു ക്ഷേത്രവും ഇവിടെ ഉണ്ട്. പാർവതി കോവിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മധുര ആസ്ഥാനമായിട്ടുള്ള പാണ്ഡ്യ രാജവംശമാണ്. അതിനുശേഷം പിന്നീട് ഈ ചോള രാജവംശത്തിൻ്റെ ഒരു ആധിപത്യം ഇവിടെ കുറഞ്ഞു വന്ന ഒരു സമയത്ത് നായക്കന്മാരും അതുപോലെ വിജയനഗര സാമ്രാജ്യ കാലഘട്ടവും പിന്നീട് മറാഠ രാജവംശം പോലും ഇവിടുത്തെ പല പെയിൻറ്റിങ്സും മറ്റ് പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയുണ്ടായി. സെവൻത് ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിളാണ് വേൾഡിൽ തന്നെ. 1003 നിർമ്മാണം ആരംഭിച്ച ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 1010 നിർമ്മാണം പൂർത്തീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോളൻ അതിനുശേഷം ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് വന്ന മധുര ആസ്ഥാനമാക്കിയിട്ടുള്ള പാണ്ഡ്യ രാജാക്കന്മാർ അവരുടെ കോൺട്രിബ്യൂഷൻസ്, ചുറ്റുമതിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ അതിവിടെ നിർമ്മിച്ചു. മറാഠ കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ട് ചില പെയിൻറ്റിങ്സ്, അങ്ങനെ പല കിങ്ഡംസ് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു നിർമ്മാണ വൈദഗ്ധ്യം. ഇതൊരു ക്ഷേത്രം എന്നതിനേക്കാൾ ഉപരി ഭാരതത്തിൻ്റെ കൾച്ചറിൻ്റെ പ്രതീകമാണ് തഞ്ചാവൂരെ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. ഇതുപോലുള്ള സൈഡ് ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ഇടനാഴികളിലൊക്കെ ആളുകൾക്ക് നല്ല ഇത് സ്റ്റോണാണ്, ഗ്രാനൈറ്റാണ്, അതുകൊണ്ട് നല്ല തണുപ്പാണ്, ഇരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം മുസ്ലിംസ് ആയിട്ടുള്ളവരും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരും ഒക്കെ ഫാമിലി ആയിട്ട് തന്നെ വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്ന കാഴ്ച ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 1,36,000 ടൺ ഗ്രാനൈറ്റാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി 10ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തുനിന്ന് തഞ്ചാവൂരിൽ നിന്ന് ഗ്രാനൈറ്റ് കിട്ടാനുള്ള ഏറ്റവും അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 60 കിലോമീറ്റർ അപ്പുറമായിരുന്നു. അപ്പം എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവിടെ ഈ ഗ്രാനൈറ്റ് എത്തിച്ചതെന്ന് ഇപ്പോഴും അജ്ഞാതമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത് 36 ഏക്കറോളം ഏകദേശം വരുന്ന ഒരു പ്രദേശമാണ്. നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞങ്ങൾ രാവിലെ 10 മണിക്ക് എത്തിയതാണ്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞ് 4:30 അപ്പോൾ ഈ ഒരു ഫുൾ ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്, ധാരാളം കാഴ്ചകളുണ്ട്, നിർമ്മാണ വൈദഗ്ധ്യങ്ങൾ കാണാൻ സാധിക്കും. സിരയിൽ തീർത്തേക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് ഈ തഞ്ചാവൂർ പെരിയ കോവിലെന്നത്. ഇത് ഈ ബാക്കി കാണുന്ന ഗോപുരമുണ്ടല്ലോ, ഇത് ചേരന്മാരെ രാജരാജ ചോളൻ തോൽപ്പിച്ചതിൻ്റെ സ്മാരകമായിട്ട് പെടുന്നതാണ്. ഈ ചേരന്മാരെന്ന് പറഞ്ഞാൽ ആരാന്നറിയുമോ? നമ്മളല്ലേ, മലയാളികൾ, കേരളക്കാരെ തോൽപ്പിച്ചതിൻ്റെ സ്മാരകമാണ് ഈ ബാക്കി കാണുന്നത്. ഞങ്ങൾ തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ കണ്ടിട്ട് തിരിച്ചത് ഇറങ്ങുവാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ്, മലയാളീസാണ്, തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ക്ഷേത്രമൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൈകിട്ട് ട്രെയിൻ കയറി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ ഈ വീഡിയോ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള സ്റ്റോറീസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായൊരു വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് മീ അഖിൽ സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ വൺസ്.